ഉരുൾപൊട്ടൽ എന്ന മഹാദുരന്തം ചൂരൽമലയെയും മുണ്ടക്കയെയും തകർത്തെറിഞ്ഞിട്ട് നാളുകൾ ഒരുപാട് പിന്നിട്ടിരിക്കുന്നു. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് താങ്ങാവേണ്ട സർക്കാർ ഇന്ന് അവരെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീടുകൾ നൽകുമെന്നും പുനരധിവസിപ്പിക്കുമെന്നുമുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ വെറും രാഷ്ട്രീയ പ്രസംഗങ്ങളായി ഒതുങ്ങുമ്പോൾ നീതിക്കായി തെരുവിലിറങ്ങേണ്ടി വരുന്ന ദുരിതബാധിതരുടെ അവസ്ഥ കേരളത്തിന് നാണക്കേടാണ്. ചൂരൽമലയിലെ പുനരധിവാസ പ്രവർത്തനങ്ങളിലെ പാളിച്ചകളും സർക്കാരിന്റെ അനാസ്ഥയും ഓരോന്നായി ഇപ്പോൾ പുറത്തുവരികയാണ്. കോടികൾ ചെലവാക്കി സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകളിൽ ഇപ്പോൾ വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നത് ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമാകേണ്ട വീടുകൾ പോലും സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവ് അവരെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ഈ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും ആമയുടെ വേഗത്തിലാണ് നടക്കുന്നത്. സിമന്റ് ഗ്രൗട്ടിംഗ് പോലുള്ള താൽക്കാലിക പരിഹാരങ്ങൾ കൊണ്ട് ജനങ്ങളെ പറ്റിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. മഴക്കാലം പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തത് പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടുന്നതിന് തുല്യമാണ്. സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ എത്രമാത്രം പൊള്ളയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് പദ്ധതി. മാർച്ച് 1 വലിയ ആഘോഷമായി 178 വീടുകളും താക്കോൽ ദാനവും പട്ടയ കൈമാറ്റവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയിരുന്നു. വിഷുവിന് മുൻപ് താമസം തുടങ്ങാം എന്നതായിരുന്നു അന്നത്തെ വാഗ്ദാനം. എന്നാൽ ഇന്ന് വിഷുവും കഴിഞ്ഞു, മെയ് മാസം ആവാറായിട്ടും 40 വീടുകൾ മാത്രമാണ് താമസയോഗ്യമായത് എന്നത് സർക്കാരിന്റെ വഞ്ചനയാണ്. ബാക്കിയുള്ള വീടുകളിൽ പണികൾ എങ്ങും എത്തിയിട്ടില്ല. സുവിച്ച് ട്രീറ്റ്മെന്റ് പ്ലാന്റും കുടിവെള്ള പൈപ്പ് ലൈനും സ്ഥാപിക്കുന്നതിൽ പോലും സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. മഴ തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഈ വീടുകളിൽ കയറിക്കൂടാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ദുരന്തബാധിതർ. ഇതിനേക്കാളെല്ലാം ക്രൂരമായത് ദുരന്തബാധിതർക്ക് നൽകി വന്നിരുന്ന നിസ്സാരമായ സാമ്പത്തിക സഹായം പോലും മുടങ്ങിയിരിക്കുന്നു എന്നതാണ്. മാസം തോറും നൽകിയിരുന്ന 9,000 രൂപ ഇപ്പോൾ 1,184 പേർക്ക് ലഭിക്കുന്നില്ല. വീടും തൊഴിലും നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മനുഷ്യരുടെ അന്നം മുട്ടിക്കുന്ന ഈ പരിപാടി ഒരു സർക്കാരിന് ചേർന്നതാണോ? കൂടാതെ പാവപ്പെട്ടവർക്ക് ആശ്വാസമായിരുന്ന ഫുഡ് കൂപ്പണുകളും വിതരണം ചെയ്യുന്നില്ല. വാടക വീട്ടിലും ക്യാമ്പുകളിലും കഴിയുന്ന ഇവർ എങ്ങനെ ജീവിക്കണമെന്ന ചോദ്യത്തിന് സർക്കാരിന്റെ പക്കൽ ഉത്തരമില്ല. ജില്ലാ കളക്ടർ അടിയന്തര യോഗം വിളിക്കുന്നതും ഉദ്യോഗസ്ഥരെ ശകാരിക്കുന്നതും വെറും പ്രഹസനമായി മാറിയിരിക്കുന്നു. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ഉദ്യോഗസ്ഥരുടെ അലംഭാവവുമാണ് പുനരധിവാസം വൈകാൻ കാരണമെന്ന് കളക്ടർ തന്നെ സമ്മതിക്കുമ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സർക്കാരിന് എങ്ങനെ ഒഴിഞ്ഞുമാറാൻ കഴിയും? പണികൾ വേഗത്തിലാക്കാൻ സാങ്കേതിക വിദഗ്ധരെയോ തൊഴിലാളികളെയോ നിയമിക്കാൻ പോലും ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? വികസനത്തെക്കുറിച്ച് വാചാലരാകുമ്പോൾ ദുരന്തം നേരിട്ടവരുടെ കണ്ണുനീർ കാണാതെ പോകുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ദുരന്തബാധിതർക്ക് വേണ്ടി സമാഹരിച്ച കോടിക്കണക്കിന് രൂപയുടെ ദുരിതാശ്വാസ നിധി എവിടെ പോയി എന്ന ചോദ്യം ഇന്ന് ശക്തമായി ഉയരുന്നുണ്ട്. ആധുനിക ടൗൺഷിപ്പ് എന്ന് കൊട്ടിയാഘോഷിച്ച നിർമ്മിതികൾ വിള്ളലുകൾ വീണ് തകരുമ്പോൾ നഷ്ടമാകുന്നത് ജനങ്ങളുടെ നികുതി പണവും പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങളുമാണ്. മെയ് 20 എങ്കിലും തങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്ന ആവശ്യവുമായി ഫേസ് 1 കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവർക്ക് ഭരണകൂടത്തെ സമീപിക്കേണ്ടി വരുന്നത് തന്നെ സർക്കാരിന്റെ തോൽവിയാണ്. ഭരണകൂടത്തിന്റെ ഈ താളം തെറ്റിയ വികസന കഥകൾ ചൂരൽമലയിലെ സാധാരണക്കാരുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. വീടില്ലാതെ ആഹാരമില്ലാതെ വരാനിരിക്കുന്ന മഴയെ ഭയന്ന് കഴിയുന്ന ഈ ജനതയുടെ കണ്ണീരിന് ആരുത്തരം നൽകും? പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന കരുതലും സ്നേഹവുമല്ല, മറിച്ച് ജീവിക്കാനുള്ള സാഹചര്യമാണ് ഇവർക്ക് വേണ്ടത്. ചൂരൽമലയിലെ പുനരധിവാസം ഒരു പാഠമാണ്. പ്രഹസനങ്ങളിലൂടെയല്ല, കൃത്യമായ ആസൂത്രണങ്ങളിലൂടെയും ആത്മാർത്ഥതയിലൂടെയുമാണ് ദുരന്തങ്ങളെ നേരിടേണ്ടതെന്ന് ഭരണകൂടം എപ്പോഴാണ് തിരിച്ചറിയുക?